ഓം ശ്രീ ഗുരുഭ്യോ നമ. നീണ്ട 16 മണിക്കൂർ വിമാനയാത്ര, പിന്നീട് കാറിൽ യാത്ര, ഒടുവിൽ അമ്മ ഭക്തഗൃഹത്തിലെത്തി. ഇതിനിടയിൽ പലരോടും അമ്മ സംസാരിച്ചു, അവർക്ക് ദർശനം കൊടുത്തു. അപ്പോൾ വിടർന്ന പനിനീർ പുഷ്പം പോലെ അമ്മ പുതുമയോടുകൂടി തന്നെയായിരുന്നു. ഒട്ടും ക്ഷീണമുണ്ടായിരുന്നില്ല. ബ്രഹ്മചാരി നീലു അമ്മ വിശ്രമിക്കാത്തതിൽ അസ്വസ്ഥനായി. ഒടുവിൽ ആരോടൊന്നില്ലാതെ അദ്ദേഹം വിഷമത്തോടെ പറഞ്ഞു, അമ്മയോട് വിശ്രമിക്കാൻ പറയാനായി ഇവിടെ ആരുമില്ലേ? ഇതിനിടയിൽ ഒരു മാന്യൻ ബ്രഹ്മചാരി അമൃതാത്മയോട് അത്ഭുതത്തോടെ ചോദിച്ചു, അമ്മ എപ്പോഴും ഇങ്ങനെയാണോ, അതോ പ്രത്യേക അവസരങ്ങളിൽ മാത്രമാണോ ഇങ്ങനെ പെരുമാറുന്നത്? അദ്ദേഹം ശാന്തമായി പറഞ്ഞു, സഹോദര, എപ്പോഴും ജീവിതം മുഴുവനും ഇങ്ങനെ തന്നെയാണ് അമ്മ. അമ്മയ്ക്ക് ഇങ്ങനെ അല്ലാതാവാൻ സാധിക്കില്ല. രാവിൽ അമ്മയെ മക്കൾക്ക് ലഭിക്കുന്നുണ്ട്. അമ്മയുടെ ജീവിതം ലോകത്തിലെ മക്കൾക്ക് വേണ്ടിയുള്ളതാണ്. അമ്മ എവിടെയോ അവിടെ ആനന്ദോത്സവമാണ്. ഇപ്പോൾ തന്നെ ഇവിടെ കണ്ടില്ലേ? വിസ്മയത്തോടെ, ഭയത്തോടെ, സന്തോഷത്തോടെ ആ വിദേശി കൈകൂപ്പിപ്പോയി. നമഃശിവായ. അമ്മ നമുക്കായി മാത്രം ജീവിക്കുന്നു. നാമോ ചിന്തിക്കാനും തിരുത്താനും നമുക്ക് സാധിക്കട്ടെ.